നമസ്കാരം. ന്യൂ ഇയർ സമ്മാനമായി ഇത്തവണയും പതിവ് പോലെ എല്ലാത്തിനും വില കൂടും എന്നുള്ള സൂചനകൾ ഇപ്പോഴേ വന്നു തുടങ്ങി. LPG വില മുതൽ കർഷകരുടെ വായ്പ വരെ 2025 ജനുവരി 1 മുതൽ നടക്കുന്ന ഈ 5 മാറ്റങ്ങൾ വീടിന്റെ താളം തെറ്റിക്കുമെന്ന് ഉറപ്പാണ്. ഈ വില കൂട്ടൽ സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ടാണ് ബാധിക്കുക. എല്ലാ മാസത്തെയും ആദ്യ തീയതി പോലെ 2025 ജനുവരി 1-ന് എണ്ണ വിപണന കമ്പനികൾ LPG ഗ്യാസിന്റെ വിലയിൽ മാറ്റം വരുത്തും. പുതുവർഷത്തിന്റെ വരവോടെ രാജ്യത്ത് ചില വലിയ മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നു. അടുക്കളകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകളുടെ വില മുതൽ UPI പേയ്മെന്റ്, EPFO എന്നിവ വരെയുള്ള നിയമങ്ങളിൽ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. പാചകവാതക സിലിണ്ടറുകളുടെ വിലയിലെ മാറ്റങ്ങളും കർഷകർക്ക് നൽകുന്ന വായ്പയുടെ പരിധിയും ഇതിൽ ഉൾപ്പെടും. കൂടാതെ പുതിയ നിരക്കുകൾ ഉടൻ പുറപ്പെടുവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ചു കാലമായി 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ കമ്പനികൾ പല തവണ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേസമയം 14 കിലോഗ്രാം അടുക്കള സിലിണ്ടറിന്റെ വില വളരെ കാലമായി രാജ്യത്ത് സ്ഥിരതയുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതിന്റെ വിലയിൽ ഇത്തവണ മാറ്റം പ്രതീക്ഷിക്കുന്നു. ഇതിനു പുറമെ വിമാന ഇന്ധന വിലയിലും മാറ്റം ഉണ്ടായേക്കും. അതിനിടെ നാളികേരത്തിന് പിന്നാലെ നേന്ത്രവാഴയ്ക്കൊക്കെ വില കൂടിയിട്ടുണ്ട് കേട്ടോ. മെട്രോ നിരക്ക് പരിഷ്കരിക്കുന്നതിന് നിയോഗിച്ച വിദഗ്ധ സമിതി 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് BMRCക്ക് സമർപ്പിക്കും. ടിക്കറ്റ് നിരക്ക് 20% വരെ ഉയർന്നേക്കും. അതേസമയം വില വർധന പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നുണ്ട്. അവശ്യ വസ്തുക്കളുടെ ഉത്സവകാല വില വർധനവ് പിടിച്ചു നിർത്തുന്നതിനാണ് സപ്ലൈകോ ഫെയറുകൾ നടത്തുക. ന്യായമായ വിലയിൽ സാധാരണക്കാർക്ക് അവശ്യ വസ്തുക്കൾ എത്തിച്ചു നൽകുന്നതിനായി മൊബൈൽ വിൽപ്പന യൂണിറ്റുകളും ഉണ്ട്. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം താളം തെറ്റുന്ന കുടുംബ ബജറ്റ് എങ്ങനെയെങ്കിലും ബാലൻസ് ആക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അരി, പലവ്യഞ്ജനം, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ വില വർദ്ധിക്കുന്നത് പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. ജനജീവിതം സാധാരണ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തെ പഴം, പച്ചക്കറികൾ വിൽപ്പന നടത്തുന്ന വ്യാജ ജൈവ ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് കർശന നടപടി കൈക്കൊള്ളുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന കീടനാശിനി സാന്നിധ്യമുള്ള ഉൽപ്പന്നങ്ങളിന്മേലും പരിശോധന നടത്തി നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്.